ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ. ഓവറോൾ എനർജി 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ 6 നമ്പർ വന്നിരിക്കുന്നു. നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. ജസ്റ്റിസ്, നിയമവുമായി ബന്ധപ്പെട്ട് കേസ് വഴക്കുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബ്ലോക്കേജുകളും ബൗണ്ടറികളും വന്നിരിക്കുന്നു. അത് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ വയ്യാതെ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇലൂഷനിൽ പെട്ടിരിക്കുന്നു. ഏത് വഴിക്ക് പോകണം, എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ബാലൻസ് നഷ്ടപ്പെടുന്നതായി കാണുന്നു. സാമ്പത്തിക സിറ്റുവേഷനെയാണ് ഇവിടെ കൂടുതലായും കാണിക്കുന്നത്. സാമ്പത്തിക സിറ്റുവേഷൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വളരെ കൺഫ്യൂഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ചെന്നെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ പല സ്ഥലങ്ങളിലും പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചെങ്കിലും അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യെത്തും ദൂരത്തെത്താത്ത വണ്ണം അത് അകന്നു മാറിപ്പോകുന്നതായി കാണുന്നു. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നു. വലിയ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നതായി കാണുന്നു. എന്നാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. ഇത്രത്തോളം സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചം ആ സ്ട്രഗിളിന് മേളിൽ ഒരു മിന്നലിനെ അയക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം തീർച്ചയായിട്ടും വന്നു ചേരാൻ പോകുന്നതായി കാണുന്നുണ്ട്. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വന്നിരിക്കുന്നത്? നിങ്ങൾ ചെയ്യാത്ത ചില തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ ചില നിയമപരമായിട്ടുള്ള കുരുക്കുകളിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. വീണ്ടും ടവറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്നതായിട്ടുള്ള, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കാം, നിയമപരമായിട്ടായിരിക്കാം. അത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ വരുന്നതായി കാണുന്നു. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം, ഒരു വിജയം കടന്നു വരുന്നതായി കാണുന്നു. വളരെ സ്പീഡിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം കടന്നു വരുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ കുറേ നാളായി കാത്തിരുന്ന ഒരു ജോലി നിങ്ങൾക്കായി ലഭിക്കാൻ പോകുന്നതായി കാണുന്നു. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ അവർ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. 7 ഓഫ് വാണ്ടിൻ്റെ എനർജി. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ, സാമ്പത്തിക ബ്ലോക്കായിരിക്കാം, റിലേഷൻഷിപ്പ് ബ്ലോക്കായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള ബ്ലോക്കായിരിക്കാം. ആ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്റ്റാറിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങൾ അഫർമേഷൻ ചെയ്തത് എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഒരു സന്തോഷം നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു വിവാഹം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നു. ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ജോലി ഓഫർ ലഭിക്കുന്നതായി കാണുന്നു. താങ്ക് യു യൂണിവേഴ്സ്. പേജ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകുന്നതായി കാണുന്നു. നിങ്ങൾ അഫർമേഷൻ ചെയ്തതായിട്ടുള്ള എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ തെളിയാൻ പോകുന്നു. ഒരു വിവാഹം അല്ലെങ്കിൽ
നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ്സോടുകൂടി നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. പരീക്ഷ എഴുതിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം വരുന്നതായി കാണുന്നു. വിവാഹത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിനുള്ള എല്ലാ സാധ്യതകളും ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. 9 ഓഫ് വാണ്ടിൻ്റെ എനർജി കമ്മിറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് എല്ലാം മാറുകയാണ്. നിങ്ങൾക്ക് ഡിവോഴ്സുമായിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ അവസാനിക്കുന്നു. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. വിജയം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത്രയും നാളും നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരുന്നുവെങ്കിൽ വിജയം നിങ്ങൾക്കായി കടന്നു വരുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ജോലി സംബന്ധമായി നിങ്ങൾ മറ്റൊരു ദേശത്തേക്ക് കടന്നു പോകുന്നതായി കാണുന്നു. വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. 8 ആണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് ആണ്. സാമ്പത്തിക ഗ്രോത്ത്, ജോലി സംബന്ധമായിട്ടുള്ള ഗ്രോത്ത് നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ കാർഡ്, ന്യൂമറോളജി, റീക്കി ഇത് എൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം സൂം മീറ്റിങ്ങിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തിരുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പം കുട്ടികളൊക്കെ ഉള്ളവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു 2-3 മണിക്കൂർ ടാരോ കാർഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും പ്രകാശം പരത്തി കൊടുക്കുന്നതിനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അഫർമേഷൻ അവർക്ക് നൽകുന്നതിനും അഫർമേഷനിലൂടെ അവരുടെ ജീവിത സക്സസ്സിലേക്ക് നയിക്കുന്നതിനും പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വളരെ വ്യക്തമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ കാർഡ്സും അതിൻ്റെ മീനിങ്സും പഠിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.